ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മാവൊന്നും കുഴച്ച് പരുത്താതെ നല്ല വെറൈറ്റി ഫില്ലിങ്ങോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വെറൈറ്റി ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഏകദേശം ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 400 ഗ്രാം അളവിൽ ചിക്കൻ, എല്ലില്ലാതെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ആ ഒരു ബട്ടറിലും വെളുത്തുള്ളിയിലും ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി വരുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഏകദേശം 1 ടീസ്പൂൺ അങ്ങനെ ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ചിക്കന് നല്ലപോലെ ഇതുപോലെ കുക്കാകുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഇനി ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ബട്ടറിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറി വന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാപ്സിക്കും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ചിക്കൻ്റെ ആ ഒരു സൈസിൽ തന്നെ എല്ലാം കട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റ് ഒന്നും വേണ്ട. ചെറിയ രീതിയിൽ ആ ഒരു വെജീസൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അങ്ങനെ ഇതാ ഏകദേശം ഈ ഒരു രീതിയിൽ മസാലയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ നോക്കണേ, ഒന്ന് സ്കിപ്പ് ചെയ്തെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം അവിടെ കുറച്ച് വെക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോയുടെ ഫ്ലേവർ ഓവറായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റോളിൻ്റെ ഒരു ചെറിയ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1.25 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളവും മൈദയൊക്കെ ഒരേ മെഷറിംഗ് കപ്പ് തന്നെ അളക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ് കേട്ടോ. ഞാനിനിയിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. പിന്നെ ഓരോ മൈദയ്ക്ക് നിങ്ങൾ എടുക്കുന്ന മൈദയ്ക്ക് ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണോ 1/4 കപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നല്ലപോലെ ചൂടാകുന്ന സമയത്ത് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. മാവ് 1 സ്പൂൺ ഒഴിച്ചിട്ട് മാക്സിമം നേരിയതായിട്ട് ചുട്ടെടുക്കാൻ നോക്കുക ദോശ. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്പൂണ് കൊണ്ട് ചുറ്റിക്കേണ്ട കേട്ടോ. ഇതുപോലെ ഒരു സൈഡ് കൂടി ഒഴിച്ചിട്ട് പാൻ കൊണ്ട് തന്നെ ചുറ്റിക്കണേ. എങ്കിൽ നമുക്ക് റോള് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ചുറ്റിച്ചെടുക്കുമ്പോൾ ഓരോ സൈഡ് കട്ടി കുറവും കൂടുതലൊക്കെ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഇതുപോലെ പാനിൽ നിന്ന് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ മൊത്തത്തിൽ ആറി വിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഒരുപാട് ടൈം വെക്കുകയൊന്നും വേണ്ട, വേഗം തന്നെ കുക്കായിട്ട് കിട്ടും. നേരിയ ദോശയല്ലേ. അങ്ങനെ ദോശ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് ചൂടോടെ തന്നെ മസാല വെച്ചിട്ട് റോൾ ചെയ്യാൻ നോക്കണേ. അല്ലാതെ ചൂട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒട്ടിക്കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ ഒരു ദോശ ചുട്ട് ഞാൻ മസാല ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം തന്നെ 2 സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ താഴെന്ന് മുകളിലേക്കായിട്ട് കറക്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ടൈറ്റിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇത്രയും ടൈറ്റായിട്ട് പിടിച്ചിട്ട് തന്നെ റോൾ ചെയ്ത് കൊടുക്കണേ. നോക്കിയേ, അത്യാവശ്യം നന്നായിട്ട് ഒട്ടിക്ക് നിന്നിട്ടില്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചൂടോടെ തന്നെ ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമുക്കിതിലേക്ക് ചെറിയൊരു കോട്ടിങ് പരിപാടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുരുമുളക് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം അതവിടെ മാറ്റി വെക്കുക. ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ റോള് ഇതുപോലെ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ആദ്യം നിന്ന് എല്ലാ സൈഡിലും മുട്ടയുടെ മിക്സ് ആവുന്ന രീതിയിൽ. എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള റോള് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ട് അതിലേക്ക് 1-2 എത്രയാണോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നല്ല ക്രിസ്പായി നല്ല മുകൾ ഭാഗം ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്.
ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയില്ല കാണാൻ, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഒരു ടൈപ്പ് വെറൈറ്റി ഫില്ലിങ് വെച്ചിട്ട് ചിക്കൻ റോൾ റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്